വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് 4th സെമിസ്റ്റർ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചേഴ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി സിലബസിലെ വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്നീ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസിൽ വെയിറ്റേജ് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് 18 മാർക്ക്, സെക്കൻഡ് മൊഡ്യൂളിന് 17, തേർഡ് മൊഡ്യൂളിന് 18, ഫോർത്ത് മൊഡ്യൂളിന് 17 എന്ന രീതിയിലാണ് വെയിറ്റേജ് വരുന്നത്. സോ വെയിറ്റേജ് ഏറെക്കുറെ എല്ലാ മൊഡ്യൂളിലും ഈക്വൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് ഓരോ മൊഡ്യൂളിലെയും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്റേഴ്സ് എന്നായിട്ടാണ് നമുക്ക് 17 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത്. ബാക്കിയുള്ള മൊഡ്യൂളിലൊക്കെ നമുക്ക് 4-5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ആ രീതിക്ക് നമുക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് മിനിമം ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ നമുക്ക് 15ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്ന ജെൻഡർ റെപ്രസെൻറ്റേഷൻ ഇൻ മീഡിയ, സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡയറക്റ്റീവിനകത്ത് ഏറ്റവും കൂടുതൽ അവേഴ്സ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അവേഴ്സ് എടുത്തുകൊണ്ട് പഠിപ്പിക്കണമെന്ന് യൂണിവേഴ്സിറ്റി ഡയറക്റ്റീവ് കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ അതാണ്. സോ അത് കാരണം കൊണ്ട് മിനിമം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിനും പൊതുവെ ആ ഒരു മൊഡ്യൂളിൽ നിന്നും വരും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൊഡ്യൂളിലും നമുക്ക് ഏറെക്കുറെ ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് വരുന്നത് കൊണ്ട് essay ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വരും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ മൊഡ്യൂളിൽ നിന്നും നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും നമുക്ക് ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന പോലെയും ഈ സെമിസ്റ്ററിലെ തന്നെ മറ്റ് പേപ്പേഴ്സിന്റെ പോലെ തന്നെ സെയിം ആണ് വരുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, essay എന്നിങ്ങനെ 3 സെക്ഷനിലായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3 മാർക്കിന്റെ 10 ചോദ്യങ്ങളാണ്. 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. സോ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നമുക്ക് ഒരു 1/2 മാർക്ക് 1 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് വാട്ട് ഡസ് LGBTQIA+ സ്റ്റാൻഡ് ഫോർ? LGBTQIA+ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇന്റർസെക്സ്, അസെക്ഷൽ എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി ആ പ്ലസ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഐഡന്റിറ്റീസ് ഉണ്ടെങ്കിൽ അതും, കൂടാതെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലസ് സിമ്പിൾ അതിനകത്ത് വരുന്നത്. ഇനി ഹൗ ഡസ് പോയം ഐ ഡ്രീം ഓഫ് ഹോഴ്സസ് ഈറ്റിംഗ് കോപ്സ് ചലഞ്ച് കൺവെൻഷണൽ ഐഡിയാസ് ഓഫ് അതോറിറ്റി? ഇനി ഐ ഡ്രീം ഓഫ് ഹോഴ്സസ് ഈറ്റിംഗ് കോപ്സ് എന്ന് പറയുന്ന പോയത്തിനകത്ത് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രഡീഷണൽ കൺസെപ്റ്റുകൾ എങ്ങനെ ചലഞ്ച് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് സിസ്റ്റമിക് വയലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഈ പോലീസോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളോ ആയിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വയലൻസ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ്, അധികാരമുള്ള ആളുകളുടെ വയലൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. സോ അത്തരത്തിൽ ഈ ഒരു സിസ്റ്റമിക് വയലൻസ്, സിസ്റ്റമിക് റേസിസം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അതോറിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ ഈ പോയത്തിനകത്ത് ചലഞ്ച് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ആൻഡ് ക്ലാസ്? റേസ്, ക്ലാസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. റേസ് എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡിവിഷൻ ആണ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ട്രേറ്റ്സ്. അതായത് ഈ ശാരീരിക ഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനകത്ത് ഉള്ള ഒരു വേർതിരിവാണ് റേസിസം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷെ സ്കിന്നിന്റെ കളറായിരിക്കാം, അല്ലെങ്കിൽ മുടിയുടെയോ അല്ലെങ്കിൽ മറ്റ് ശരീര ഘടനയുടെ ഭാഗമായിരിക്കാം. നമുക്കറിയാം കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള അത്തരം ഒരു ഡിവിഷനാണ് റേസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്, സോഷ്യൽ കാറ്റഗറീസിന്റെ ഭാഗമായിട്ടുള്ള ഡിവിഷനാണ്. അതായത് വരുമാനം കുറഞ്ഞവർ, വരുമാനം കൂടിയവർ എന്ന രീതിയിൽ, വിദ്യാഭ്യാസം കുറഞ്ഞവർ, വിദ്യാഭ്യാസം കൂടിയവർ എന്ന രീതിയിലൊക്കെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ട് ഉള്ള ഒരു ഡിവിഷനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ സ്റ്റഡീസ്. ജെൻഡർ സ്റ്റഡീസ് എന്ന കൺസെപ്റ്റിനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ജെൻഡർ സ്റ്റഡീസിനകത്ത് നമുക്കറിയാം ഇറ്റ് സ്റ്റഡീസ് ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ജെൻഡർ. ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ജെൻഡർ സ്റ്റഡീസിനകത്ത് പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇമ്പാക്ട് ഓഫ് ജെൻഡർ ഓൺ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലെവൽസ്. അതായത് ഒരു വ്യക്തിയിലും അതുപോലെ ഒരു സമൂഹത്തിലും ജെൻഡർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്നുള്ളതാണ് ബേസിക്കലി ജെൻഡർ സ്റ്റഡീസിനകത്ത് പഠിക്കുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. സോ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലി ബേസ്ഡ് കാറ്റഗറിയാണ്. അതായത് ശരീരഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാറ്റഗറൈസേഷനാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് മെയില്, ഫീമെയിൽ, ഇന്റർസെക്സ് എന്ന രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് വരുന്നത്. ഇനി ജെൻഡർ എന്ന് പറയുന്നത് അത് ബേസ്ഡ് ഓൺ റോൾസ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് സൊസൈറ്റി ഫൈൻസ് സ്യൂട്ടബിൾ ബേസ്ഡ് ഓൺ സെക്സ്. ഈ സെക്സിന്റെ അടിസ്ഥാനത്തിൽ
ഓരോ ആളുകൾക്കും യോജിച്ച പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ സാമൂഹ്യ പദവികൾ അത് ഒരു സമൂഹം കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ആൺകുട്ടികളായ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, പെൺകുട്ടികളായ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വസ്ത്രധാരണം, മറ്റു കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ മെയിൽ ഫീമെയിൽ ഇന്റർസെക്സ് എന്ന് പറയുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് ചോദിക്കുന്നത് ഇന്റർസെക്ഷനാലിറ്റിയെ കുറിച്ചിട്ടാണ്. ഹൂ കോയിൻ ദ ടേം ഇന്റർസെക്ഷനാലിറ്റി ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഇറ്റ്? ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള ടേം ആരാണ് ആദ്യം ഉപയോഗിച്ചത്, എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം കിംബർലി ക്രെൻഷോ എന്നൊരു സ്കോളറാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഡിഫറെന്റ് സോഷ്യൽ ഐഡന്റിറ്റീസ് അവർക്ക് യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഒരാളുടെ ജെൻഡർ, ഏജ്, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നാഷണാലിറ്റി തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരാൾക്ക് അവരുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്ന ചലഞ്ചസും അതുപോലെ പ്രിവിലേജസും അവരുടെ പൊതുവിലുള്ള എക്സ്പീരിയൻസ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ സാമൂഹിക അസമത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിലെ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. ഇനി എക്സ്പാൻഡ് സ്റ്റീം ആൻഡ് സ്റ്റെം. ഓക്കെ, സ്റ്റീം സ്റ്റെം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ്. അതിന്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. സ്റ്റീം എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്ട്, മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. ഇനി സ്റ്റെമ്മിനകത്ത് നമുക്ക് എ എന്നുള്ള ആർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്ന് തന്നെയാണ് വരുന്നത്. ഇനി why did Amazon have to abandon their AI recruiting tool? ഓക്കെ, കോഡഡ് ബയാസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആമസോണിന്റെ ഈ ഒരു AI ടൂൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് CV നോക്കിക്കൊണ്ട് AI എന്ന് കാൻഡിഡേറ്റ്സിന് തിരഞ്ഞെടുക്കുന്ന ഒരു ടൂള് അത് അവർക്ക് അബാൻഡൻ ചെയ്യേണ്ടി വന്നതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. ആ ഒരു ടൂളിനകത്ത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രം ഈ ഒരു ടൂൾ പ്രിഫർ ചെയ്യുകയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് ആ ഒരു ടൂൾ അവർക്ക് അബാൻഡൻ ചെയ്യേണ്ടി വരുന്നത്. ഇനി വാട്ട് ഡസ് ദ യിൻ യാങ് സിമ്പിൾ റിപ്രസെന്റ്? യിൻ യാങ് സിമ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ചൈനീസ് ട്രഡീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു സർക്കിളാണ്. അത് യൂണിറ്റിയുടെയും ഹാർമണിയുടെയും ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചാപ്റ്റേഴ്സിനകത്ത് നമുക്കതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് അതൊരു ഇന്റഗ്രേറ്റിംഗ് മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ലീഡർഷിപ്പ്, അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലീഡർഷിപ്പ് ഒരു സമൂഹത്തിനകത്ത് ആവശ്യമാണ്, രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നതിന്റെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു യിൻ യാങ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇനി വലിയൊരു കുഞ്ചാക്കോ റിഫ്യൂസ് ടു മാരി ദ പ്രൊട്ടഗോണിസ്റ്റ്. പ്രേതഭാഷണം എന്നുള്ള സ്റ്റോറി എന്നുള്ള ചാപ്റ്ററാണ്. കുഞ്ചാക്കോ എന്തുകൊണ്ടാണ് പ്രൊട്ടഗോണിസ്റ്റിനെ അല്ലെങ്കിൽ ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ മാരി ചെയ്യാൻ വിസമ്മതിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ലോവർ കാസ്റ്റ് എന്നുള്ളൊരു റീസൺ ആണ്. ഈ കുഞ്ചാക്കോയുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന സ്ത്രീയുടെ മകളാണ് ഇയാളുടെ കാമുകി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രേമിക്കുന്ന സമയത്ത് ഈ ജാതി എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ന്യായമായിട്ടുള്ള ചോദ്യമാണ്. സോ ഈ ഒരു ലോവർ കാസ്റ്റ് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും ബേസിക്കലി പ്രണയിക്കുന്ന സമയത്ത് തന്നെ കുഞ്ചാക്കോയ്ക്ക് ഇവളെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആൻസറിനകത്ത് ഉൾപ്പെടുത്താം. ഒന്ന്, അയാൾക്ക് പ്രണയിക്കുമ്പോൾ തന്നെ അയാൾ വിവാഹം കഴിക്കുന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല പ്രണയിച്ചിട്ടുള്ളത്. രണ്ട് എന്ന് പറയുന്നത് ഈ ലോവർ കാസ്റ്റ് ആണ് അയാൾ പുറമേക്ക് എൻ്റെ ഒരു കാരണമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിന്റെ 8 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 36 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിലെ പോലെ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നിന്നൊക്കെ 1-2 മാർക്കൊക്കെ മിസ്സാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എക്സാമിൻ ദ യൂസ് ഓഫ് പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് എക്സ്പീരിയൻസസ് ഇൻ ആൻഡ്രിയ ഗിബ്സൺസ് യുവർ ലൈഫ്. ആൻഡ്രിയ ഗിബ്സന്റെ യുവർ ലൈഫ് എന്ന് പറയുന്ന പോയത്തിനകത്ത് പേഴ്സണൽ എക്സ്പീരിയൻസും കളക്റ്റീവ് എക്സ്പീരിയൻസും എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി നമുക്കിതൊരു പേഴ്സണൽ ലെവലിലായിട്ടുള്ള ഒരു പോയാണ് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ സ്പീക്കർ അവരുടെ യങ്ങർ സെൽഫിനോട്, അവരുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു സെൽഫിനോട് അവർ സംസാരിക്കുന്ന രീതിയിലാണ് ഈ പോയം അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിനകത്ത് അവരുടെ ഒരു നോൺ ബൈനറി ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അവരൊരു ബയോളജിക്കലി ഗേൾ ആയിരുന്നു, പക്ഷെ അവർ ഒരു ബോയിനെ പോലെ ജീവിക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉണ്ടാവുന്ന സോഷ്യൽ പ്രഷർ,
അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഐസൊലേഷൻ, ഏലിയനേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. നമ്മുടെ കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നത് ഇത് ഇവരുടെ മാത്രം ഒരു എക്സ്പീരിയൻസ് അല്ല. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരുടെ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ആ പോയത്തിനകത്ത് അവർ പറയുന്ന ആ സമ്മറിയിലെ കാര്യങ്ങൾ തന്നെ അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞാൽ മതിയാവും. എന്നിട്ട് ഇത് അവരുടെ മാത്രം ഒരു എക്സ്പീരിയൻസ് അല്ല, അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പലരും ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അടുത്തത് ഡ്രീം ഓഫ് ഹോഴ്സ് സീറ്റിംഗ് കോപ്സ് എന്ന പോയറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലോർ ദി ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ഓഫ് എസ്പിനോസാസ് പോയം. ഈ പോയത്തിനകത്തുള്ള ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് അതിനകത്തൊരു സ്ട്രോങ് ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ റിച്ച് ആയിട്ടൊരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ആണെന്ന രീതിയിൽ നമുക്കിത് ആൻസർ ചെയ്യാം. പ്രധാനമായിട്ടും പോയതിന് തുടക്കത്തിൽ അവർ ഹോപ്പാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യും, ഒരു ജസ്റ്റിസും ഇക്വാലിറ്റിയൊക്കെ ഉള്ള സൊസൈറ്റി ഉണ്ടാകുന്ന ഒരു ഹോപ്പ് അവർ തുടക്കത്തിൽ പങ്കുവയ്ക്കുന്നു. എന്നാൽ ഉടൻ തന്നെ അവർ ആ ഹോപ്പിൽ ഡൗട്ട് പ്രകടിപ്പിക്കുകയാണ്, നടക്കുന്ന കാര്യമാണോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നു. അവർ കൺഫ്യൂഷൻ അവർ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ അവരുടെ ഒരു സെൽഫ് ഐഡന്റിറ്റിയെ അവർ അഫേം ചെയ്യുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ ഐഡന്റിറ്റിയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു ജസ്റ്റിസിനെ കുറിച്ചും റിവെഞ്ചിനെ കുറിച്ചും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന രീതിയിലൊക്കെയാണ് ഇവരിങ്ങനെ ഹോഴ്സ് ആയിട്ടും എലിഫന്റ് ആയിട്ടൊക്കെ തിരിച്ചു വരും എന്ന രീതിയിലൊക്കെ പറയുന്നത്. സോ അത്തരത്തിൽ നമുക്ക് അതിനകത്ത് ഹോപ്പ്, അതുപോലെ തന്നെ ഡിസ്പയർ, അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റിസ്, കൺഫ്യൂഷൻ തുടങ്ങിയിട്ടുള്ള പല ഇമോഷൻസിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അത്തരത്തിൽ ഒരു ഇമോഷണലി റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണെന്ന് നമുക്കത് പറയാം. ഇനി, how did the Indian media and the arts community contribute to the growing visibility and the acceptance of LGBTQIA+ issues from the late 1980s onwards as discussed by Ruth Vanitha? ഓക്കെ, ഇനി ഇന്ത്യയിലെ LGBTQIA+ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ മീഡിയയും അതുപോലെ തന്നെ ആർട്സ് കമ്മ്യൂണിറ്റിയും ഇവർക്കൊരു വിസിബിലിറ്റി കൊടുക്കുന്നതിന് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ കാണാവുന്നത് ഇന്ത്യൻ മീഡിയ പൊതുവിൽ LGBTQIA+ വിഷയങ്ങളെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രെയിമിങ്ങോട് കൂടിയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈക്വൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എല്ലാവർക്കും തുല്യ അവകാശം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് ഈ ഒരു ജെൻഡറിന്റെയും അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയുടെയും പേരിൽ നിഷേധിക്കപ്പെടുന്ന എന്ന രീതിയിലാണ് 1980s മുതൽ തന്നെ ഇത്തരത്തിൽ LGBTQIA+മായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മീഡിയാസ്, പ്രത്യേകിച്ച് നാഷണൽ മീഡിയാസ് ഒക്കെ, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ അത്തരത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. 2 ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സ് തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ എസ്ഐക്കകത്ത് പറയുന്നുണ്ട്. അതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സോ അതാണ് നമുക്ക് മീഡിയയുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ആർട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മീഡിയയിലെ പോലെ തന്നെ ഒരുപാട് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഇതുപോലെ അവയർനെസ് ക്യാമ്പയിനുകളും മറ്റും നടത്തുകയും അതുപോലെ തന്നെ പോയട്രിയിലൂടെയും അതുപോലെ തന്നെ ഡ്രാമയിലൂടെയും മറ്റ് ആർട്ടിലൂടെയും ഒക്കെ ഇതൊരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി ഈക്വൽ റൈറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ന്യായമായിട്ടൊരു കാര്യമാണെന്ന രീതിയിലാണ് നമ്മുടെ മീഡിയയും ആർട്ട് കമ്മ്യൂണിറ്റിയും ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. നമുക്ക് സിനിമകൾക്കകത്തും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്സിനകത്തും ഒക്കെ ഇതിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെ കാര്യങ്ങൾ കാണാമെങ്കിലും പൊതുവെ നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയും മീഡിയ ഒക്കെ ന്യൂസ് പേപ്പർ മീഡിയസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവരിത് പോസിറ്റീവായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, എക്സ്പ്ലെയിൻ. ഇനി ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ്, സാമൂഹ്യ നിർമ്മിതമായിട്ടൊരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് നമുക്ക് അറിയാം, ജൂഡിത്ത് ബട്ട്ലറുടെ ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം പറയേണ്ടത് ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ബയോളജിക്കലായിട്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയില് ഫീമെയിൽ ഇന്റർസെക്സ് എന്ന രീതിയിൽ ബയോളജിക്കലായിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് സെക്സ് ആണ്. ജെൻഡർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആളുകളുടെ ബിഹേവിയറും റോൾസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു വ്യക്തി ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, ഏത് രീതിയിൽ അവർ പെരുമാറണം, സംസാരിക്കണം, അവർ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെയുള്ള ജോലികൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാമൂഹിക നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല യൂറോപ്പിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലോ സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രം ധരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. പണ്ട് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരൊക്കെ മുണ്ടുടുക്കുക എന്നാണ് പറയുന്നത്, ഇപ്പോൾ ആളുകൾ പാൻസ് ആണ് ധരിക്കുന്നത്.
അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റം കാണാൻ വേണ്ടി സാധിക്കുന്നു. പല രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ജന്മന നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളല്ല. ജന്മന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കലി നമ്മൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർസെക്സ് എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് ജോലി ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാമൂഹികമായി നിർമ്മിതമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണെന്ന തിയറിക്കകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഫംഗ്ഷൻ ഇൻ ചൈന ആസ് റെഫേർഡ് ടു ഇൻ കോഡഡ് ബയാസ്. കോഡഡ് ബയാസ് എന്ന ചാപ്റ്ററിനകത്ത് ഒരു സർവൈലൻസ്, അതായത് ഈ ഭരണകൂടം എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ എക്സാമ്പിളായിട്ട് ചൈനയിലുള്ള സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ആസ്പെക്ട്സ് ഈ ഒരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആളുകളെ എപ്പോഴും മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ AI ക്യാമറ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ ക്യാമറകളിലും അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ഒക്കെ ഇടയിലാണ് നമ്മൾ ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ സംവിധാനം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഓരോ സ്കോർ കൊടുക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾക്ക് നല്ല സ്കോറും, നമ്മൾ എന്തെങ്കിലും നിയമലംഘനമൊക്കെ നടത്തി നമ്മുടെ നാട്ടിൽ ഫൈൻ വരും. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു നിയമലംഘനം നടത്തിയിട്ട് AI ക്യാമറയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈൻ കിട്ടും എന്ന് പറയുന്ന പോലെ അവർ അവിടെ ചെയ്യുന്നത് ഓരോ ആളുകൾക്ക് സ്കോർ കൊടുക്കുകയാണ്. നിയമലംഘനം നടത്തുന്ന സമയത്ത് അവരുടെ സ്കോർ കുറയും, നന്നായിട്ട് പെരുമാറുന്ന സമയത്ത് സ്കോർ കൂടും. ഇനി സ്കോർ കുറയുന്നതിനും കൂടുതലും അനുസരിച്ചിട്ട് പല കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ചില സ്ഥലങ്ങളിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കില്ല, ചില സർവീസുകൾക്ക് അവർക്ക് ലഭിക്കില്ല എന്ന രീതിയിലൊക്കെ സ്കോർ കുറഞ്ഞ ആളുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതായത് ആ സാമൂഹ്യ ജീവിതം അവിടെ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം സ്കോർ അവർ നിലനിർത്തണം എന്ന രീതിയിലാണ് സിസ്റ്റം വരുന്നത്. ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് നമുക്കറിയാം. ആളുകൾ പൊതുസമൂഹത്തിനകത്ത് നിയമം പാലിച്ചുകൊണ്ട് അവർ തെറ്റ് ചെയ്യാതെ പെരുമാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വലിയ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അതായത് ആളുകൾ 24 മണിക്കൂർ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നൽ അവരുണ്ടാവുന്ന സമയത്ത് അവരെപ്പോഴും ഭരണകൂടത്തിനോട് വിധേയപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അതായത് ഭരണകൂടത്തെ വിമർശിക്കാനോ എതിർക്കാനോ ആളുകൾ തയ്യാറാവാതെ ഭരണകൂടം പറയുന്ന എല്ലാം അനുസരിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ചോദിക്കുന്നത്, വാട്ട് ഡസ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് സിഗ്നിഫൈ ഇൻ ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്? ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നു. ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലീഡർഷിപ്പിനകത്ത് മസ്കുലൈൻ ക്യാരക്ടറും ഫെമിനൈൻ ക്യാരക്ടറും വേണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇവിടെ ഒരു ലീഡർഷിപ്പിനകത്ത് സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ ഇവർ മാസ്കുലൈൻ ഫെമിനൈൻ എന്ന് തരംതിരിക്കുന്നുണ്ട്. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു മാസ്കുലൈൻ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഒരു ഫെമിനൈൻ ആയിട്ട് കണക്കാക്കുന്നു. സോ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ലീഡർഷിപ്പിൽ വേണം എന്നതിലുപരിയായിട്ട് ഇത്തരത്തിൽ ഒരേ സമയത്ത് ഡിസിപ്ലിനും സ്ട്രിക്ട്നെസ്സും വേണം, എന്നാൽ അതേ സമയത്ത് തന്നെ ഇൻക്ലൂസീവ് ആയിരിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം, കൈൻഡ്നെസ് ഉണ്ടായിരിക്കണം എന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് അവർ ഈ ഒരു ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു മസ്കുലിൻ ക്യാരക്ടേഴ്സും ഫെമിനൈൻ ക്യാരക്ടേഴ്സും ഉള്ള ഒരു ലീഡർഷിപ്പ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മസ്റ്റാർഡ് സീഡ്സ് ഇൻ റിലേഷൻ ടു ദ ഡെഡ് ആസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ പോയം പ്രേതഭാഷണം? ഓക്കെ, പോയം പ്രേതഭാഷണം എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സ്റ്റോറിയാണ് പ്രേതഭാഷണം ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ ഈ പ്രേതം പറയുന്നത് അവരുടെ ശവകുടീരത്തിന് മുകളിൽ കടുക് മണികൾ കൊണ്ടുവന്നിടണം എന്നാണ് പറയുന്നത് സ്റ്റോറിയുടെ അവസാന ഭാഗത്ത്. അതിന് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ കടുക് മണികൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രാത്രി സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഈ കടുക് മണികൾ എണ്ണിത്തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് പുറത്തു പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഇരുട്ടത്ത് കടുക് മണികൾ അവർക്ക് എണ്ണാൻ വേണ്ടി സാധിക്കില്ല, അപ്പോൾ അവർക്ക് പുറത്തു വരാൻ സാധിക്കില്ല. സോ ബേസിക്കലി ആ ശവകുടീരത്തിൽ നിന്ന് പ്രേതങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുക് മണികൾ അവിടെ ഇടുക എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത്. ഇനി പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ഡബിൾ മാർജിനലൈസേഷൻ ഫ്രം ദ സ്പീച്ച് എയിൻഡ് ഐ എ വുമൺ. ഇനി എയിൻഡ് ഐ എ വുമൺ എന്ന് പറയുന്ന സൊജോണർ ട്രൂത്തിന്റെ സ്പീച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
അവിടെ ഡബിൾ മാർജിനലൈസേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒന്ന്, അവര് ഈ സ്ലേവറിക്ക് വിധേയമായിട്ടുള്ള ഒരു ബ്ലാക്ക് പേഴ്സൺ ആയിരുന്നു. അമേരിക്കയിൽ അടിമത്തമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ സ്ലേവറിക്ക് വിധേയമാകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി അതേ സമയത്ത് അവരൊരു സ്ത്രീ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ മാർജിനലൈസേഷൻ, നമ്മൾ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതായത് സ്ലേവറി എന്ന് പറയുന്നത് നമുക്കറിയാം, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കാതെ കഠിനമായിട്ടുള്ള ജോലി ചെയ്യിക്കുന്ന അത്തരം സാഹചര്യങ്ങൾ, സ്വാതന്ത്ര്യമില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പറയാം. ഇനി അതിന്റെ കൂടെ തന്നെ ആ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് നേരിടേണ്ടി വരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അവരുടെ സ്വന്തം മക്കളെ പോലും അവരുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോയി ഇതുപോലെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാനും വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക, അതായത് അവർക്ക് അവരുടെ മക്കളിൽ നിന്ന് അവരെ വേർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ അവരുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ വേറൊരു എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും അമേരിക്കയിൽ ഇല്ലാത്തൊരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും വോട്ടവകാശം ഇല്ലാത്തൊരു സമയമാണ് അമേരിക്കയിൽ അന്നുള്ളത്. അന്ന് അവർ പറയുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ടവരാണ്, അവർക്ക് നമ്മൾ ഇങ്ങനെ പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല എന്ന് ആണ് വെള്ളക്കാരായ സ്ത്രീകളെ കുറിച്ചിട്ട് ഇവർ പറയുന്നത്. എന്നാൽ അതേ സമയത്താണ് നമ്മുടെ ഈ സൊജോണ ട്രൂത്ത് ഒരു സ്ത്രീ ആയിട്ട് കൂടി അവരൊരു കറുത്ത വർഗ്ഗക്കാരിയാണ് എന്നതിന്റെ പേരിൽ അവർക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യേണ്ടുന്ന, കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, അത് കൂലി പോലും ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ. സോ ഇത്തരത്തിൽ ആണ് അവർക്കൊരു ഡബിൾ മാർജിനലൈസേഷൻ ആണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതായത് വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾ അവിടെ അനുഭവിക്കുക എന്ന് പറയുന്നത് അവർക്ക് വോട്ടവകാശമില്ല, സ്വത്തവകാശമില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ, ഒരു കറുത്ത വർഗ്ഗക്കാരി എന്ന സ്ത്രീ എന്ന രീതിയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നം അതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടൊരു പ്രശ്നമാണ്. ഇതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന കൺസെപ്റ്റും ഈ ഡബിൾ മാർജിനലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ മതിയായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദ മിസ്റെപ്രസെന്റേഷൻ ഓഫ് ദ ട്രാൻസ് കമ്മ്യൂണിറ്റി ഹാസ് ബിക്കം സോ പെർവേസീവ് ഇൻ ദ മീഡിയ, ഡിസ്കസ്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മീഡിയക്കകത്ത് മോശമായിട്ട് പോർട്രേ ചെയ്യുന്നു, അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചാപ്റ്ററിനകത്ത് തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മോശം ആളുകളായിട്ട്, മോശം സ്വഭാവമുള്ളവരായിട്ട്, മാനസിക വൈകൃതമുള്ള ആളുകളായിട്ട് ഒക്കെ പല മീഡിയക്കകത്തും പ്രത്യേകിച്ച് സിനിമകൾക്കകത്തൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ചാപ്റ്ററിനകത്ത് അതിന്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, അത്തരം സിനിമകളുടെ. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതിനും അതുപോലെ ഒറ്റപ്പെടുത്തുന്നതിനൊക്കെ കാരണമാവും എന്നതിലേക്ക് നമുക്ക് ആ ഒരു പറഞ്ഞു വെക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. നമുക്ക് 2 ചാപ്റ്റേഴ്സിലെ കൺസെപ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഹൗ സോഷ്യൽ കൺസ്ട്രക്ട് ഡിസ്ക്രിമിനേറ്റ്സ് ജെൻഡർ ബൈ എക്സാമിനിങ് യുവർ ലൈഫ് ആൻഡ് പ്രേതഭാഷണം. ഈ യുവർ ലൈഫ് എന്ന് പറയുന്ന പോയും അതുപോലെ തന്നെ പ്രേതഭാഷണം എന്ന് പറയുന്ന സ്റ്റോറിയും ഇവയ്ക്കകത്ത് സോഷ്യൽ കൺസ്ട്രക്ട് എങ്ങനെയാണ് ജെൻഡറിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, അതായത് ബേസിക്കലി ഇതിനകത്തുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി തുടക്കത്തിലേ കൊടുക്കുക, ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു വയ്ക്കുന്നുള്ളതാണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 2 ചാപ്റ്റേഴ്സിനകത്ത് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് എന്ത് പറയുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് ബോത്ത് യുവർ ലൈഫ് ആൻഡ് പ്രേതഭാഷണം എക്സ്പ്രസസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ അവർ സൊസൈറ്റി എന്ന രീതിയിലൊക്കെ. അത് നമുക്ക് ആ വേർഡ്സ് സെയിം ആയിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 2 ചാപ്റ്റേഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ സ്റ്റോറിക്കകത്തും പോയതിനകത്തും ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യം നമ്മൾ പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ ആയി. പിന്നെ നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് എഴുതാൻ പറ്റും. ഈ യുവർ ലൈഫ് എന്ന് പറയുന്ന പോയതിനകത്ത് ഈ ഒരു നോൺ ബൈനറി ആയിട്ടുള്ള ജെൻഡർ എക്സ്പീരിയൻസ് ആണ്, അതിന്റെ സോഷ്യൽ പ്രഷറാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് അങ്ങനെ സെപ്പറേറ്റ് പാരഗ്രാഫായിട്ട് പറഞ്ഞു വെക്കുക. പിന്നെ പ്രേതഭാഷണം എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് നമ്മൾ പറഞ്ഞു, അവിടെ ഈ ഒരു ലോവർ കാസ്റ്റ് വുമൻ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു സ്റ്റോറിക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടും ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആ സ്റ്റോറിയിൽ അറിയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു വെക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കൺക്ലൂഷന്റെ പാരഗ്രാഫിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഈ 2 ചാപ്റ്റേഴ്സിലും ഇത്തരത്തിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്നില്ല, അത് കൺക്ലൂഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇത്തരത്തിൽ നമ്മളിങ്ങനെ കമ്പൈൻ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ പാരഗ്രാഫ് കമ്പൈൻ ആയിട്ട് എഴുതുക. 2 ചാപ്റ്റേഴ്സിലും ഈ തീം വരുന്നുണ്ടെന്ന് പറയുക.
ലാസ്റ്റ് പാരഗ്രാഫിലും നമ്മൾ കമ്പൈൻ ആയിട്ട് എഴുതുക. ഈ ഇത്തരം കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ വരുന്നത് പറയുക. ബാക്കി ഇടയിൽ വരുന്ന പാരഗ്രാഫ് ഓരോ ചാപ്റ്ററിനും സെപ്പറേറ്റ് ആയിട്ട് പാരഗ്രാഫ്സിൽ അതിന്റെ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറയാം. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത്. ഇനി അതല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. സോ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ടെക്സ്റ്റിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെറിയ ഡിഫറൻസോടുകൂടി വരുന്നുണ്ട്. അതും പക്ഷെ നമുക്ക് ആ ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.